ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ്. എന്ത് ചോദിച്ചാലും പാട്ടിലൂടെ മാത്രം മറുപടി നൽകുന്ന ഒരു മനുഷ്യനെ നമുക്കിന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേര് മാനസഗീതം മത്തായി ചേട്ടൻ എന്നാണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും കരങ്ങളെ അടിച്ച് ഈ വേദിയിലേക്ക് മത്തായി ചേട്ടാ, ഇന്ന് നിങ്ങളുടെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നതിന് ആദ്യമായി ഞാൻ മത്തായി ചേട്ടന് വന്ദനം ചെയ്തു. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, കീഴിൽ സാഗര ജലം മാത്രം. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, കീഴിൽ സാഗര ജലം മാത്രം. എന്താണ് ശരിക്കും അങ്ങയുടെ പേര്? നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? എവിടെയാണ് അങ്ങയുടെ വീട്? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. സ്വന്തം നാട് എവിടെയാണ്? യുഗത്തിൽ ഒന്നുമില്ലായി, നേടിയതെല്ലാം വിദ്യയെ. പരദേശിയാണുലകിൽ ഇവിടെന്നും മഞ്ഞനല്ലോ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ മക്കളെ പൂട്ടി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഞാൻ മക്കളെ പൂട്ടി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. എന്തായിരുന്നു മത്തായിച്ചേട്ടന്റെ മാനസാന്തരത്തിന് മുമ്പുള്ള അവസ്ഥ? 2 കുപ്പി കള്ളടിച്ച മറ്റു ചേട്ടൻ പായി കിടന്നുറങ്ങിയ പതിവില്ലല്ലോ. 2 കുപ്പി കള്ളടിച്ച മറ്റു ചേട്ടൻ പായി കിടന്നുറങ്ങിയ പതിവില്ലല്ലോ. എന്താണ് അങ്ങയുടെ മാനസാന്തരത്തിന് ശേഷമുള്ള അവസ്ഥ? യേശുവിനുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. യേശുവിനുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ. എന്താണ് അങ്ങയുടെ പ്രത്യാശ? എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. നിന്റെ ധ്വനി മുഴങ്ങും ദൂതരാത്ത് പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. നിന്റെ ധ്വനി മുഴങ്ങും ദൂതരാത്ത് പാടിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം ഏതാണ്? ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും എൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. എന്തുകൊണ്ടാണ് മത്തായിച്ചേട്ടൻ ഈ പാട്ടിലൂടെ മാത്രം മറുപടി നൽകുന്നത്? കീർത്തനം പാടുവാനില്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ? അവദാനമൊക്കെയും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ? ഈ ജീവിതമെന്തിനു നാഥാ? ഈ ലോകത്തിന്റെ ബന്ധപ്പെട്ട ഒരുപാട് ഉപദേശങ്ങൾ മുളച്ചു വരുന്നുണ്ട്. ഈ ഉപദേശത്തെല്ലാം നോക്കിക്കൊണ്ട് മത്തായിച്ചേട്ടൻ എന്ന് സഭയോട് പറയാനുള്ളത് എന്താണ്? പലതരം ഉപദേശങ്ങളോ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശത്തെ തൊട്ടവസാനിപ്പോൾ ധന്യൻ. ഈ കർത്താവിനോട് കൂടെയുള്ള വാസത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? നാട് വിട്ടു വീട് വിട്ടു നാമധേയം കൂട്ടം
വാഞ്ചിച്ചത്ര നാടായി കാണുക കൊട്ടാരം തന്നെ. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൽ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൽ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും നായകൻ കൂട്ടാളിയാണ്. ഇതിലാണ് നിങ്ങളുടെ ആശ്രയം. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയം അവനിലത്രേ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. ഈ അഭിമുഖ സംഭാഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ സഭയോട് മുത്താച്ചൻ എന്താണ് പറയാനുള്ളത്? ഒരു യേശുവിൻ നാമമതേറ്റി സുവിശേഷം കൂടിടം നാമം സന്തോഷമുണ്ടൊടുവിൽ. ഇത് അവസാനിക്കുമ്പോൾ അവസാനമായി മുത്താച്ചൻ എന്താണ് പറയാനുള്ളത്? അടിയരെ